മാഷെ നമസ്കാരം. നമസ്കാരം. മാഷെ PFI സംസ്ഥാന സെക്രട്ടറി CA റൌഫിന് ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങണം. അദ്ദേഹത്തിന് LLB പഠിക്കണമെന്നാണ് പറയുന്നത്. കാരണം ഒരുപാട് പഠിത്തം കൂടിപ്പോയത് കൊണ്ടാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് തന്നെ. എന്താണ് ഈ PFIയുടെ നേതാവിന് പെട്ടെന്ന് ഈ ഇത്തരം വിദ്യാഭ്യാസം നേടണമെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവാനുള്ള കാരണം? അപ്പോൾ അദ്ദേഹം കോടതിയിൽ നിന്നും പ്രത്യേക പെർമിഷൻ എടുത്തിട്ട് LLBക്ക് പോകാനുള്ള ശ്രമം നടത്തി. അപ്പോൾ കോടതിയെ ഇപ്പോൾ അദ്ദേഹം വിയൂർ ഹൈ സെക്യൂരിറ്റി പ്രിസണിലാണ് 2 വർഷമായിട്ട് അദ്ദേഹം അവിടെയാണ്. നമുക്കറിയാമല്ലോ, അദ്ദേഹം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറിയാണ്, സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അങ്ങനെ കുറേ നാളായി ജയിലിൽ കിടക്കുന്നു. പക്ഷേ ഒരു സംശയം, അപ്പോൾ അദ്ദേഹം തീഹാർ ജയിലിലല്ല? തിഹാറിലല്ല. അല്ല, അങ്ങനെ എല്ലാവർക്കും ഒരു സംശയം, NIA നേരെ തീഹാറിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെയാണ് സംശയം. കുറേ പേര് അങ്ങനെയാണ്. പക്ഷെ ഇദ്ദേഹം വിയൂർ ഹൈ സെക്യൂരിറ്റി പ്രിസണിലായിരുന്നു എന്നാണ് പത്രത്തിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ LLBക്ക് ചേരണമെന്ന് വലിയ മോഹം ആണെന്നാണ് പറയുന്നത്. അങ്ങനെ അപ്പോൾ അതിന് സ്പെഷ്യൽ പെർമിഷനൊക്കെ വേണം ഈ ഹൈ സെക്യൂരിറ്റി പ്രിസണിൽ കിടക്കുന്നത്. അദ്ദേഹം NIA കോടതിയെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊന്ന് ഇതിന് അപ്ലൈ ചെയ്താൽ കൊള്ളാം, പഠിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിന് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതണം, NET. അപ്പോൾ കോടതി അനുവദിച്ചു. എന്തായാലും ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാം, ഇപ്പോൾ പോയിട്ട് NET എഴുതിക്കോ, അതിന് കുഴപ്പമില്ല, NETക്ക് എഴുതാം എന്ന് പറഞ്ഞു. അങ്ങനെ NET എഴുതി, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് അദ്ദേഹത്തിന് അത് ക്ലിയർ ചെയ്യാൻ പറ്റി, പരീക്ഷയിൽ പാസ്സായി, അല്ലെങ്കിൽ അഡ്മിഷന് എലിജിബിളായി മാറി. അങ്ങനത്തെ എലിജിബിലിറ്റി വന്നപ്പോൾ പിന്നെ വീണ്ടും അടുത്ത സ്റ്റെപ്പുണ്ട്, അഡ്മിഷൻ വേണമല്ലോ ഏതെങ്കിലും കോളേജിൽ. അപ്പോൾ അഡ്മിഷന് വേണ്ടി അപേക്ഷിക്കാൻ വീണ്ടും കോടതിയെ സമീപിച്ചു. അപ്പോൾ കോടതി പറഞ്ഞു, ഓക്കെ, അഡ്മിഷൻ പ്രൊസീജിയറായിട്ട് മുന്നോട്ട് പോയിക്കോ, ആപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കലും ഫില്ലപ്പ് ചെയ്യലും അവിടെ കൊണ്ടുപോയി സമർപ്പിക്കലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തോ, അതിൽ വിരോധമില്ല. പക്ഷേ ഈ പെർമിഷൻ്റെ അർത്ഥം നിങ്ങൾക്ക് 3 ഇയർ ഫുൾ ടൈം റെഗുലർ കോഴ്സിന് ചേർന്ന് പഠിക്കാമെന്നതിനർത്ഥമല്ല. ഇപ്പം നൽകിയിരിക്കുന്ന പെർമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ മാത്രമാണ്. ഏതെങ്കിലും സ്ഥലത്ത് ആപ്ലിക്കേഷൻ ഫോം കൊടുത്തോ ഫില്ലപ്പ് ചെയ്തോ കൊടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അപ്ലൈ ചെയ്തു. അദ്ദേഹത്തിന് പൂത്തോട്ട ഒരു SNDPയുടെ ആണെന്ന് തോന്നുന്നു, അവിടെ ഒരു LLB കോളേജിൽ അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടി. അപ്പോൾ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ സെലക്റ്റഡ് എന്നുള്ള രീതിയിൽ അവരറിയിച്ചു. അപ്പോൾ അദ്ദേഹം വീണ്ടും NIA കോടതിയെ സമീപിച്ചു. ഒരു റെഗുലർ ഫുൾ ടൈം 3 ഇയർ കോഴ്സ് പഠിക്കാനുള്ള പെർമിഷൻ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പല തടസ്സങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് UAPA പ്രകാരമാണ്. ഫുൾ ടൈം റെഗുലർ കോഴ്സിന് വെറുതെ അങ്ങോട്ട് വിടാനായിട്ട് പറ്റില്ല. അദ്ദേഹത്തിന് എപ്പോഴും പോലീസ് എസ്കോർട്ടും മറ്റ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പെർമിഷന് വേണ്ടി കോടതിയെ സമീപിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ പഠിച്ചാൽ മതി, ഇന്നത് വേണമെന്നൊന്നുമില്ല. കാരണം വിദ്യാധനം സർവ്വധനാൽ പ്രധാനമാണല്ലോ. അപ്പോൾ അങ്ങനെ വിദ്യാധനത്തിന് വേണ്ടിയിട്ട് പിന്നാലെ നടക്കുകയാണ്. ഇപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്, നമുക്കറിയില്ല. അപ്പോൾ കോടതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഓൺലൈനായിട്ട് പഠിച്ചാലും ഓഫ്ലൈനായിട്ട് പഠിച്ചു കഴിഞ്ഞാലും അതിന് പല പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ ഓഫ്ലൈനായിട്ട് പഠിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് റെഗുലർ കോഴ്സിന് ചേരുക എന്നുള്ളതാണ്. അപ്പോൾ UAPA പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി UAPA ചുമത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പുറത്തങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. അദ്ദേഹത്തിന് സെക്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ എസ്കോർട്ടായിട്ട് പോലീസുകാരെ വിടേണ്ടി വരും അവിടേക്ക് വിടാനായിട്ട്. അതൊക്കെ പ്രായോഗിക ബുദ്ധിമുട്ടുകളുള്ള കാര്യമാണ്. പിന്നെ ഓൺലൈനായിട്ട് പഠിക്കാമെന്ന് പറഞ്ഞാൽ അതിനും പ്രശ്നമുണ്ട്. കാരണം ഇവിടെ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഈ സ്ഥാപനത്തിൽ വേണം. ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം. പിന്നെ അതിന് സെക്യൂരിറ്റി സ്റ്റാഫ് വേണം. പിന്നെ അതുകൂടാതെ ഇവർ കമ്മ്യൂണിക്കേഷൻ ഡേഞ്ചറസ് ടു നാഷണൽ സെക്യൂരിറ്റി അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ ആൾക്കാർ വേണം. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഈ ഓൺലൈനായിട്ട് നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല, ഓൺലൈനായിട്ട് നടത്തുന്നു, ഇൻ്റർനെറ്റ് ആക്സസിബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ രാജ്യദ്രോഹപരമായിട്ട് എന്തെങ്കിലും ചെയ്യുമെന്നുള്ളതിനെപ്പറ്റി കോടതിക്ക് ഉറപ്പില്ല, ആശങ്കയുണ്ട്. അപ്പോൾ ഓൺലൈനായാലും ഓഫ്ലൈനായാലും പ്രശ്നങ്ങൾ തന്നെയാണ്. ഓൺലൈനായി കഴിഞ്ഞാൽ ഈ ഇൻ്റർനെറ്റ് ദുരുപയോഗപ്പെടുത്തുന്ന പ്രശ്നമുണ്ട്. പിന്നെ ഓൺലൈനായിട്ട് നടത്തണമെങ്കിൽ ഈ സ്ഥാപനത്തിൽ ഓൺലൈൻ സൗകര്യം വേണം. അപ്പോൾ അതിന് ചിലപ്പോൾ വേറെ സ്റ്റാഫ് വേണ്ടി വരും. പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് അതിന് സെക്യൂരിറ്റി സ്റ്റാഫ് വേണ്ടി വരും. ഇങ്ങനെ എല്ലാ തരത്തിലും പ്രശ്നമാണ്. പിന്നെ ഈ അവിടെ പോയി പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോലീസ് എസ്കോർട്ടും മറ്റ് സാഹചര്യങ്ങളും ഇതൊക്കെ വേണം. അപ്പോൾ ഇതിനെല്ലാം സെക്യൂരിറ്റി സ്റ്റാഫിനെ ആയാലും അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ആവശ്യമായ സ്റ്റാഫിനെ ആയാലും പോലീസുകാരെ ആയാലും ഒക്കെ അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ സംവിധാനത്തിൽ അതിന് പ്രൊവിഷനില്ല. ഞങ്ങൾക്ക് ഇതെല്ലാം കൂടി കൊണ്ടു നടക്കാനായിട്ട് പറ്റില്ല.
ആളെ ഇവിടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ആളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിരിക്കുന്നത്. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അതിൻ്റെ പേരിലാണ്. ഫ്രീ ആയിട്ട് തുറന്നു വിട്ടാൽ പിന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദിയായിരിക്കണമല്ലോ. അതുകൊണ്ട് ഇത് പ്രായോഗികമല്ല എന്നും പറഞ്ഞുകൊണ്ട് വിയ്യൂർ ഈ ഹൈ സെക്യൂരിറ്റി പ്രിസണിൽ പോലീസ് സൂപ്രണ്ട് കോടതിയെ അറിയിച്ചു. അപ്പോൾ കോടതിക്ക് അത് കേട്ടപ്പോൾ ന്യായമായിട്ട് തോന്നി. അപ്പോൾ തൽക്കാലം ഈ ഓൺലൈനായിട്ടായാലും ഓഫ്ലൈനായിട്ടായാലും LLB പഠിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അനുവാദം CROFന് ഇപ്പം ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള പഠിത്തമൊക്കെ മതി. ഇത്രയും പഠിച്ചിട്ട് ഇത്രയൊക്കെ നേടിയല്ലോ. അപ്പം ഇനി കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നേട്ടങ്ങളാവുമല്ലോ. അതുകൊണ്ട് തൽക്കാലം ഇത്രയൊക്കെ മതി എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ കോടതി ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇനി വീണ്ടും കോടതിയിലോ അല്ലെങ്കിൽ വേറെ ഹയർ കോർട്ടിലൊക്കെ പോയിട്ട് സുപ്രീം കോടതി വരെയൊക്കെ പോകാമല്ലോ. അതിന് ഉള്ള സംവിധാനങ്ങളും പിന്നണി സഹായികളുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ എവിടെയൊക്കെ പോകും എങ്ങനെയൊക്കെ നേടും എന്നറിയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോടതി ഇദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പഠനത്തിന് ഒരു ബ്രേക്ക് പിടിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ റൌഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ PFI കേന്ദ്ര സർക്കാർ നിരോധിച്ചു. ഇപ്പൊ പുതിയൊരു പേരിൽ വരുന്നു എന്നൊക്കെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ പറഞ്ഞു. മാക്സവൻ മലബാർ വ്യായാമം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ ഇത്തരം LLB പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുമ്പോൾ നമ്മൾ ആ തരത്തിൽ എന്തെങ്കിലും സംശയിക്കേണ്ടതുണ്ടോ മാഷേ? ഇനിയിപ്പോ LLBക്ക് സാധ്യതയില്ലാത്തതുകൊണ്ട് മെക്സവനിലൊന്ന് നോക്കണം നല്ലതായിരിക്കും. അതിനും പക്ഷെ കോടതിയുടെ അനുവാദം വേണ്ടി വരുമല്ലോ. ഏതായാലും LLB പഠിത്തത്തിന് ഇപ്പൊ തൽക്കാലം ഒന്ന് ബ്രേക്ക് വന്നിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഈ മെക്സവന്റെ കാര്യം നമുക്കറിയില്ല. മെക്സവൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരാണ് പറഞ്ഞത് മെക്സവന് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ വേറൊരു പതിപ്പായിട്ട് വരികയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് അവർ കാല് മാറി ഇപ്പോൾ അതൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ട് കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ വോട്ട് ബാങ്കിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്തെങ്കിലും ആരെങ്കിലും ഒരു നേതാവ് പറഞ്ഞെന്ന് പറഞ്ഞു അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വോട്ട് ബാങ്കിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടായിരിക്കാം. അല്ല ചിലപ്പോൾ മെക്സവൻ നിഷ്കളങ്ക പാർട്ടി അല്ലെങ്കിൽ പ്രസ്ഥാനമായിരിക്കും. അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പം അങ്ങനെ സംശയരഹിതമായിട്ട് സംശയാതീതമായിട്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ മെക്സവനെ കുറ്റം പറയാൻ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലൊക്കെ പ്രത്യേകിച്ച് പാർലമെൻറ്റ് ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ കണ്ടതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും പറയാനായിട്ട് പ്രയാസമാണ്. ഇപ്പോൾ അവർ പറയുന്നത് മെക്സവന് കുഴപ്പമില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ലേറ്റസ്റ്റ് സ്റ്റാൻഡ്. യൂട്ടേൺ അടിച്ചു നേരെ. യൂട്ടേൺ അടിച്ചു. ഇനി പറഞ്ഞ വോട്ടിന് ബാങ്കിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കും. ഒരുപക്ഷെ അതായിരിക്കും. അപ്പൊ റൌഫിന് സുപ്രീം കോടതി പോയാലേ റൌഫിന് ഇനി രക്ഷയുള്ളൂ. റൌഫിന് അങ്ങനെ വേണ്ടി അല്ല, ഹൈക്കോർട്ടിൽ വേണമെങ്കിൽ പോകാം. ഇത് NIA കോർട്ടൊക്കെ വഴിയാണല്ലോ. പിന്നെ ഏതോ അടുത്ത സ്റ്റെപ്പ് എടുക്കാം, അപ്പീലിനൊക്കെ പോവാം. പക്ഷേ ആസ് ഓഫ് നൗ ഈ പറഞ്ഞ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സാധ്യതയില്ല. LLB പഠിക്കാൻ ഇപ്പോൾ പഠിച്ചിടത്തോളമൊക്കെ മതി എന്നുള്ളതാണ് കോടതിയുടെ സമയം.